കാര്യങ്ങളൊക്കെ പറഞ്ഞോളല്ലേ ഒരു കായ് തരാമോ പൂ കൊടുക്കാനതിനാൽ വരട്ടെ കയ്യിൽ കായ് വരട്ടെ ചാര കിട്ടിപ്പോയി മാളം കെട്ടിപ്പൊട്ടി കത്തിച്ച് കനൈകാരം പോയി കൊടുത്തിട്ട് അല്ലട്ടോ ഞങ്ങളെ അയൽവക്കത്തുള്ള വലിയൊരു ഫാമുക്ക് വന്നിക്കാണ്. ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയണേക്കാളും കൂടുതൽ ഇതിൻ്റെ ഓണർമാരായ അസീബാണോ അതോ നാസറാണോ എന്ന് അറിയില്ല. എന്നാലും മുതലാട്ടോ ഇതാണ്. മുതലാളി ഇവനാണ്, ഇവരെ മകനാണ് അസീബ്. ഇവർക്കൊരു ചാനലുണ്ട്. ആ ചാനലുകളിൽ കണ്ട ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്തൊക്കെയാണ് അസീബ് നമുക്ക് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിലവിലുള്ളത്? ഒരുപാടധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ കിളികളുണ്ട്, അതുപോലെ തന്നെ അതുകൾക്കുള്ള തീറ്റകളുണ്ട്, പിന്നെ മീന് അവകൾക്കുള്ള തീറ്റ, അക്വേറിയം, ബൗള് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പൂച്ചെടികളാണ് മെയിനായിട്ടുള്ളത്. പുതിയതായിട്ട് കുറേ വന്നിട്ടുള്ള പൂച്ചെടികളുണ്ട്. അതുപോലെ തന്നെ ബോഗൺവില്ല പോലെയുള്ള ഒരുപാടധികം പൂച്ചെടികളുണ്ട്. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിൽ വെച്ചാൽ മാവ് ഉണ്ട്, പ്ലാവ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ അധികം എക്സോട്ടിക് പ്ലാന്റ്സും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അസീബ് പറയണ കണ്ടേ, എത്ര കണ്ടു പോകുന്നു ഇവിടെ ഉള്ളത്. അത്രയും ഉറപ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ അല്ലേന്ന് നമുക്ക് കാണും ചെയ്യാം. പിന്നെ ഇതിനുള്ള ഇവരൊക്കെ പിന്നെ പൂച്ചൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ, പിന്നെ ഫിഷ് അല്ലേ, അതങ്ങനെയുള്ള കുറെ സാധനം. അതിനുള്ള എന്തൊക്കെയാണ് മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും മരുന്നുകളുണ്ട്, തീറ്റകളുണ്ട്, ബൗളുണ്ട്, അതുപോലെ തന്നെ അതിലേക്കുള്ള ലൈറ്റ്, കല്ലുകള്, എല്ലാ സാധനങ്ങളും. ഇത് നമ്മൾ പോയി സെറ്റ് ചെയ്ത് കൊടുക്കണ്ടോ? സെറ്റ് ഉണ്ട്. അക്വേറിയത്തിന്റെ ഫുൾ സെറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഫ്രൂട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യണ്ടോ? സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആരൊക്കെ പോകും? അസീബ് പോവാതെ ഒപ്പം പോവാ? എല്ലാവരും പോകുന്നുണ്ട്. ഇവിടെ വേറെ പണിക്കാരുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടുള്ള. ഇപ്പൊ ഇതിന്റെയൊക്കെ സെറ്റപ്പ് ആരാ ചെയ്യാം? എല്ലാരും ചെയ്യൂലേ? അപ്പൊ എനിക്കിപ്പോ ഒരു ഫിഷിന്റെ മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ കഴിയോ? അത് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ എന്ത് കേടുകൾ ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയോ? അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കൂലേ? ആര് പറഞ്ഞു കൊടുക്കും? അസീബ് പറഞ്ഞു കൊടുക്കും, ഇപ്പൊ പറഞ്ഞു കൊടുക്കോ? രണ്ടാവും പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാം. അപ്പൊ അതൊക്കെ ഉള്ള സത്യങ്ങളാണ്. അപ്പൊ നമ്മൾ അയൽവക്കത്തുള്ളത്. അപ്പൊ എന്റെ ഷോപ്പ് എവിടെ ഉള്ളത് അതൊന്ന് പറഞ്ഞോ. എന്റെ ചാനലിന്റെ പേര് ഈ എന്നെ നേരെ പറഞ്ഞോ. ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റൂട്ടിൽ തൃക്കടിയിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. എന്റെ ചാനലിന്റെ പേര് ഫാമിലി ഗാർഡൻ TKD എന്നാണ്. അതിൽ നിങ്ങളതൊക്കെ വിടുന്നുണ്ട് അല്ലേ? എല്ലാ പുതിയതായിട്ട് എന്തെങ്കിലും ഓട് വന്നാൽ അതൊക്കെ വിടുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാ അപ്പൊ നമുക്ക് കാണാം. അപ്പോൾ ഇവരെ ചാനൽ ലിങ്ക് നമ്മൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ സാധനങ്ങളും അവർ കൊറിയർ അയക്കുന്നുണ്ട്. അതെന്താ വേണ്ടിയിട്ട് അവരൊക്കെ ചെയ്തത്, എന്ത് സാധനമായാലും അവർക്കുണ്ട് കേട്ടോ. ഏത് ഐറ്റം സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണാത്തതും കണ്ടതായിട്ട് ഒരുപാട്. അപ്പോൾ ഇവരെ നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി. അതേപോലെ രണ്ടാൾ പാടി വരെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണ് നാസർ ജാഫർ. അപ്പോൾ ഞങ്ങളൊക്കെ കൂട്ടുകാരാണ്. അപ്പോൾ ഒരുപാട് മേഖല കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇവർ. അപ്പോൾ എന്തൊക്കെ മേഖലയാണ്? ഇത് മാത്രമല്ല വേറെയും കുറേ ഐറ്റം ഉണ്ട് നാസർ. എന്തൊക്കെയാണ്? അപ്പുറത്ത് നഴ്സറി ഉണ്ട് അല്ലേ? അതിന് നമ്മള് കുറെ ചെടികൾ നമ്മൾ സ്വന്തമായിട്ട് പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞ അവിടെ റീറ്റെയിലായിട്ടും കൊടുക്കണ്ടേ? അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഉണ്ടല്ലേ എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇവര് സെറ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് വേണമെങ്കിൽ ഇവർക്ക് നമ്മൾക്ക് ഓർഡർ കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് കാണാം. അതല്ലെങ്കിൽ ഇവർ വന്നിട്ട് അവിടെ വന്നിട്ട് കാണും. എല്ലാവിധ സജ്ജീകരണങ്ങളത്തോടെയാണ് ഇവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർ ഇത് മാത്രമല്ല വേറെയും കുറേ പരിപാടി കഴിഞ്ഞ് കോഴി, താറാവിലെ അതൊക്കെ അല്ലേ? കോഴി
ആ ഒക്കെ നമ്മളിവിടെ ഉണ്ടാക്കണല്ലേ, സിമെന്റൊക്കെ നമ്മൾ ഉണ്ടാക്കുക. ഇവിടെ ഉണ്ടാക്കണല്ലേ. ആ അപ്പൊ അങ്ങനെ എല്ലാ സാധനങ്ങളും അപ്പൊ പരമാവധി എങ്ങനെയാണോ പൈസ കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക എന്നും കൂടിയാണ് ഇവര് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇവരൊക്കെ കണ്ടില്ലേ, അപ്പൊ ഇവരൊക്കെ ഇത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നോക്കാം അല്ലേ. ആ അപ്പൊ നഴ്സറി ഉണ്ടാക്കണമൊക്കെ നമുക്ക് കാണാം ഇൻഷാല്ലാ. അപ്പൊ അവർക്കിത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇവരെ നമ്പർ കൊടുക്കണ്ട്. നിങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളി, അവർ കൊടുന്നേരും. അതേപോലെ തന്നെ ഇവരെ ലിങ്ക് മെയിനായിട്ട് ആ ചാനലിൽ കയറിയ എല്ലാ കാര്യങ്ങളും അപ്പോൾ നന്നായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആസിഫിൻ്റെ ചാനലാണ് ഇവരെ പിന്നെന്താ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഏതാ എന്താണ് ആ അസീബ് ഇവനൊക്കെ എല്ലാ കാര്യങ്ങളും അറിയും. ഇനി ഇവനക്ക് അറിഞ്ഞിട്ടില്ലേ തന്നെ ഇവൻ്റെ ഉപ്പയാണ് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവനക്ക് തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും അറിയും. അപ്പോൾ അവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ നമുക്ക് മെല്ലെ കാണാം എല്ലാവരും. അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് അവൻ്റെ ലിങ്ക് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി അവനും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ അവനും സപ്പോർട്ട് ചെയ്തിട്ട് ഇതാക്കാം. ദാസിന് എന്തെങ്കിലും പറയണ്ടോ? അസീബ് ബാക്കുവിന് എന്താ പറയണ്ടേ? സപ്പോർട്ട് ചെയ്യണ്ടേ? എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയേ ഇങ്ങോട്ട് നോക്കിയാ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കോഴിക്കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പൊ അതിന് തീറ്റയും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആമിറിന് എന്തേലും വാങ്ങിച്ചിട്ടെ അപ്പൊ ആമിറിന് എന്തേലൊക്കെ മേടിച്ചാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇല്ല അവിടെ ചോദിച്ചോക്കെ. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം.